ഹലോ എവരിവൺ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എക്സാം റിസൾട്ടുകൾ നമ്മുടെ ട്യൂട്ട് ലിങ്കിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എക്സാംസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ട്യൂട്ട് ലിങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും ബോട്ടം പാർട്ടിലുള്ള നാവിഗേഷൻ ബാറിൽ നമ്മുടെ 3 ഡോട്ട് മോർ എന്ന് പറയുന്ന 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ എക്സാംസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസിലോട്ടാണ് എത്തുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ എക്സാംസുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണാം. നമ്മളിപ്പോൾ ഒരു പുതിയ എക്സാം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാർക്കുകൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂ എക്സാം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് എക്സാമാണ് കണ്ടക്ട് ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് വീക്ക്ലി എക്സാമാണ്. വീക്ക്ലി നടത്തി വരാറുള്ള എക്സാമാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വീക്ക്ലി എക്സാം 2 രണ്ടാമത്തെ വീക്കിൽ നടത്തുന്ന എക്സാമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വീക്ക്ലി എക്സാം 2 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ എക്സാം നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ബാച്ചിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ബാച്ച് ബിയിലാണ് ഞാനത് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എക്സാമിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനത് ബയോളജി ഞാനത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 16-ാം തീയതി നടന്നിട്ടുള്ള ഒരു എക്സാമാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ നടന്നിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പം അതിൽ 100 പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് എക്സാം കൊടുക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് എക്സാം കൊടുക്കുന്നു. അപ്പോൾ ആ എക്സാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ മാർക്ക് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബാച്ചിലുള്ള എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ലിസ്റ്റാണ് നമുക്ക് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റുഡൻറ്റിനും 100-ൽ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ 100 മാർക്കിലാണ് എക്സാം നടത്തിയില്ലെങ്കിൽ 100 കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 50 മാർക്കിലാണ് നടത്തിയില്ലെങ്കിൽ 50 കൊടുക്കാം. അതൊക്കെ നമ്മൾ എക്സാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 100-ലാണ് എക്സാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 100-ൽ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടോ, ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ആ AB എന്നുള്ള ബട്ടണിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്താൽ മതിയാവും. ആബ്സെൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എത്രയാണ് 100-ൽ മാർക്ക് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഇതിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം ജാസിമിന് നമുക്ക് 100-ൽ കിട്ടിയിട്ടുള്ളത് ഒരു 76 മാർക്കാണെങ്കിൽ നമ്മളത് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കുന്നു. ജോമോന് കിട്ടിയിട്ടുള്ളത് ഒരു 70 മാർക്കാണ്. രേഷ്മക്ക് കിട്ടിയിട്ടുള്ളത് ഒരു നമുക്കൊരു ഫെയിൽഡ് ആക്കിയിട്ട് നമുക്ക് നോക്കി വെക്കാം. നമുക്കൊരു 30 ആണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അറ്റൻഡൻസ് എന്നിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം ആരും ആബ്സെൻ്റ് ആയിട്ടില്ല നമുക്ക് സമ്മറി കിട്ടും. 3 പേര് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 0 ആബ്സെൻ്റ് ആണ്, 0 പെൻഡിങ് ആണ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് മാർക്ക് കൊടുക്കുന്നു. സേവ് മാർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസിലോട്ടാണ് എത്തുന്നത്. അതായത് ആ ഒരു വീക്ക്ലി എക്സാം 2 എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിൻ്റെ ടോട്ടൽ സമ്മറിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ആവറേജ് മാർക്ക് എത്രയാണ്, ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, പാസിംഗ് റേറ്റ് എത്രയാണ് എന്നുള്ളത്. അപ്പം 3 പേര് എക്സാം എഴുതിയിൽ 2 പേര് പാസ്സായിട്ടുണ്ട്, ഒരാൾ ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അതിൽ ഹയസ്റ്റ് മാർക്ക് ആരാണെന്നുള്ളത് ജാസിമാണ്. റാങ്ക് 1 നമുക്ക് റാങ്ക് 3 വരെ നമുക്ക് അവരുടെ റിസൾട്ട് നമുക്ക് സമ്മറി ആയിക്കൊണ്ട് കിട്ടും. അപ്പം ഇതിൽ നമുക്ക് മാർക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് മാർക്ക് പോയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്, ഒന്നുകൂടി എഡിറ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു റിസൾട്ട് പാരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വാട്സപ്പിലൂടെ പാരൻറ്റിന് മെസ്സേജ് പോകുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഷെയർ റിസൾട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്റ്റുഡൻസിന് ഈ കുട്ടികളുടെ പാരൻസിന് എക്സാമിൻ്റെ റിസൾട്ട് വാട്സപ്പിലൂടെ പോകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് വാട്സപ്പിൽ നോക്കി നോക്കാം പാരൻറ്റിന് ഏത് രൂപത്തിലാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു കുട്ടിയുടെ വാട്സപ്പ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. അപ്പം വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. പരീക്ഷാ ഫലം ക്ലിൻ്റ് അക്കാദമി എന്നുള്ള രൂപത്തിൽ വിദ്യാർത്ഥിയുടെ പേര് ജാസിം. നമ്മൾ നേരത്തെ ജാസിമിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആണ്. പരീക്ഷ വീക്ക്ലി 2 എക്സാം 2 എന്ന് പറയുന്ന ഒരു പരീക്ഷയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 76 മാർക്കാണ് 100-ൽ. ഗ്രേഡ് വന്നിട്ടുള്ളത് B+ ഗ്രേഡാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാരൻറ്റിന് വാട്സപ്പിലൂടെ മെസ്സേജ് പോകും. അപ്പോൾ ഇത്തരത്തിൽ മാർക്കുകൾ നമുക്ക് പാരൻറ്റിന് വാട്സപ്പിലൂടെ അയക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് അയക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് പാരൻറ്റ് പോർട്ടലിൽ കയറി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് പാരൻറ്റിന് എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ജാസിം എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ പാരൻറ്റ് പോർട്ടൽ ലിങ്ക് വഴി കയറി കഴിയുമ്പോൾ ആ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കാണാവുന്നതാണ്. അപ്പം ഇതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് നടത്തിയിട്ടുള്ള എക്സാം എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫീസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീക്കിലി 2 എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള എക്സാമിൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് 76 മാർക്കാണ്. അത് 16 ജൂണിലാണ് നടത്തിയിട്ടുള്ളത്. ആ സമയത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. 15 ജൂണിൽ നടത്തിയിട്ടുള്ള എക്സാമിൽ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിക്രിമെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു പാരൻറ്റിന് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പാരൻറ്റിന് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ പാരൻറ്റ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഇതിൽ ഓരോ മന്തിൽ നടത്തിയിട്ടുള്ള ഓരോ തവണയും നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ടുകൾ കാണാവുന്നതാണ്. ഫീസിൻ്റെ റിസൾട്ടുകൾ ഈ ഒരു ഭാഗത്ത് കാണാവുന്നതാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് പാരൻറ്റ് പോർട്ടലിൽ എക്സാമിൻ്റെ റിസൾട്ടുകൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇത്തരത്തിലാണ്
നമ്മൾ എക്സാമുകൾ ട്യൂട്ട് ലിങ്കിൽ മാർക്ക് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് പാരൻസിലോട്ട് എത്തുന്നതും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.